ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പണ്ട് പറഞ്ഞിട്ടില്ല ഇങ്ങനൊന്നും. ഏ ഈ ഈ സഭയുടെ പാസ്റ്ററിന്, പ്രത്യേകിച്ച് ദേവദാസന് എൻ്റെ വന്ദനം. മലമേലിരിക്കുന്ന ഒരു പട്ടണമാണെന്ന് ഞാനത് കണ്ടെത്തി. ഇവിടേക്ക് വണ്ടി ഓടിച്ചു വരുന്നത് ഈ വലിയ കാർ റേസിന് പോകാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ പറ്റിയ സ്ഥലമായത്. നിങ്ങളെന്തായിരുന്നാലും ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ ഇവിടെ ഒരു ആരാധന നടക്കുകയാണെന്ന് നാട്ടിലെല്ലാം അറിയുമായിരിക്കും അല്ലേ? എല്ലായിടത്തും കിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന യുവതി യുവാക്കന്മാരുടെ ഒരു സെമിനാറാണെന്ന് അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ നിങ്ങളുടെ പ്രായത്തേക്കാൾ മുകളിലുള്ള യുവതി യുവാക്കന്മാർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്. ഇഷ്ടമാണോ അത്? കുഴപ്പമില്ലേ? ആരും അനക്കുമില്ലല്ലോ. എല്ലാവർക്കും എൻ്റെ വന്ദനം ഞാൻ ഒന്നുകൂടി അറിയിക്കുന്നു. പാസ്റ്റർ ഇങ്ങനെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചാൽ വിശേഷാൽ ഞാൻ പാസ്റ്ററിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മളൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ കൺവെൻഷൻ മോഡലൊക്കെ സഭയിലൊക്കെ നടത്തും. ഇവരുടെ തലയിലൊക്കെ കുറച്ചേ കയറത്തുള്ളൂ, എല്ലാം മനസ്സിലാവില്ല. എന്നാൽ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായിരിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും. അവരുടെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ, രൂപപ്പെടുത്തുവാൻ, നല്ല രീതിയിൽ വളർന്നു വരുവാനൊക്കെ സഹായിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇന്നത്തത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം മുഴുവൻ വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, പകുതി ദിവസം മതി എന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെച്ചോണം. അവസാനം നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ തീരുമാനിച്ചു ആദ്യം ഒരു ചെറിയ ധ്യാനം. എത്ര വലിയ കോൺഫറൻസിനും എത്ര വലിയ വർക്ക്ഷോപ്പുകൾക്കൊക്കെ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാം? വചനത്തിൽ നിന്ന് ഒരു ധ്യാനം. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള പല വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം മതി. അവരോട് ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഇംഗ്ലീഷ് ബൈബിളുള്ളവർ പറയാമോ? യു ഷാൽ ബി എന്താ? ബി നോട്ട് യീ ദെർഫോർ ലൈക്ക് ദം. വേറെ ഏതെങ്കിലും വേർഷൻ ഉണ്ടോ? മോനെ പാട്ടുകാരൻ പറയാമോ? എന്തൊരു സിമ്പിളാണല്ലേ. ഡു നോട്ട് ബി ലൈക്ക് ദം. നിങ്ങൾ അവരോട് നിങ്ങൾ തുല്യരാകരുത്. അത് നേരെ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് റിവേഴ്സ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നറിയാമോ? ഇതൊരു നെഗറ്റീവായിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. കുറച്ചുകൂടെ തിരിച്ചിട്ടാൽ യു ഷാൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദം. നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ഈ ഡിഫറെൻ്റ് എന്നുള്ളതിൻ്റെ ഒരു ബൈബിൾ പദപ്രയോഗമാണ് വിശുദ്ധരായിരിക്കണമെന്ന. ഹോളി, ഹഗിയോസ്. ഗ്രീക്ക് അതിന് ഹഗിയോസ് എന്ന. സിമ്പിൾ, ഡിഫറെൻ്റ് ആയിരിക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, ഞാൻ ഡിഫറെൻ്റ് ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കണം. ദൈവത്തിൻ്റെ ആലയം ഡിഫറെൻ്റാണ്. മറ്റുള്ള കെട്ടിടങ്ങളെപ്പോലെ അതിനും മരവും കല്ലും മണ്ണും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അത് വിശുദ്ധീകരിച്ച് അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അത് വിശുദ്ധ ആലയമെന്ന. വിശുദ്ധ വസ്ത്രം. നമ്മളെക്കുറിച്ചും അതുപോലെ പറയുന്നത് നമ്മൾ വിശുദ്ധന്മാരാ. നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഞാനിതിന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ഫോർ എ കൗണ്ടർ കൾച്ചർ. ഒരു കൗണ്ടർ കൾച്ചറിന് വേണ്ടിയുള്ളൊരു ക്ഷണമാണ്. ഇന്നത്തെ സംസ്കാരത്തിന് പറയുന്നത് ആധുനിക സംസ്കാരമെന്നല്ല. പിന്നെന്താണ് പറയാമോ?
വിദ്യാർത്ഥികളല്ലേ? ഉത്തരാധുനിക സംസ്കാരം കേട്ടിട്ടുണ്ടോ? പോസ്റ്റ് മോഡേൺ കൾച്ചർ. മോഡേണും ഒക്കെ കഴിഞ്ഞ് ഇപ്പം പിന്നെന്താണ്? അതും കഴിഞ്ഞിട്ടുള്ള ഇനി പോസ്റ്റ് മോഡേൺ. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും? അടുത്ത ഡെഡ് കൾച്ചർ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പോസ്റ്റ് മോഡേൺ കൾച്ചർ. സഭകളും അങ്ങനെയുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് അങ്ങനെയുള്ളൊരു സഭയല്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് ഇല്ല. ഉണ്ടോ? ഉണ്ട്. അവരുടെ പ്രത്യേകതയാണ് 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. വെയ് രാജാ വെയ്. യേശു കർത്താവിനെ അനുഗമിച്ചോ, കാറ് കിട്ടും, അമേരിക്കയിൽ പോകാം, അതാകാം, ഇതാകാം, അസുഖങ്ങളൊന്നും വരില്ല, രോഗങ്ങളൊന്നും വരില്ല. ഭയങ്കര ഒരു സ്വർഗമാണല്ലേ? ഭൂമിയിലെ സ്വർഗമാണത്. ന്യൂ ജനറേഷൻ ചർച്ചസ്. അവരാണ് നമ്മുടെ സഭകളിലൊക്കെ ആളുകൾ ഇപ്പോൾ അധികം അട്രാക്റ്റഡ് അല്ല. നമ്മളൊക്കെ പഴയതായി തുടങ്ങി. പക്ഷേ അവരുടെ സഭകളിലൊക്കെ ഭയങ്കര മൂവ്മെൻറ്റ്സ്. ആരാധിക്കാൻ നിൽക്കുന്നതിന് എന്നാ ഡാൻസാണെന്നറിയോ? ഇവിടെ ഡാൻസൊക്കെ ഉണ്ടോ? ഇല്ലേ? നമ്മൾ കല്ല് മാതിരി ആയിരിക്കും ഇരിക്കുന്നല്ലേ. ദാവീദൊക്കെയാണെങ്കിൽ ഭയങ്കര നൃത്തമൊക്കെ ആരാധിക്കാൻ നേരത്ത്. നമ്മളിങ്ങനെ പഴയ മർത്തമക്കാരും ഓർത്തഡോക്സുകാരൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളങ്ങ് ഒരു പരിധി കൂടുതൽ ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും ശരീരം കൊണ്ടും കൂടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ഇന്ന് ഒരു പോസ്റ്റ് മോഡേൺ വേൾഡാണ്. ഈ ഉത്തരാധുനിക സംസ്കാരം വന്നപ്പോൾ വളരെ വിലപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, വളരെ വിലപ്പെട്ടതെന്ന് നമ്മൾ താലോലിച്ച് വളർത്തിയിരുന്ന പല കാര്യങ്ങളും അതിൻ്റെ വേരുകൾ, അതായത് പാവനമായ തിരുവെഴുത്തിൻ്റെയും പാവനമായ ജീവിതത്തിൻ്റെയും വേരുകൾ അറുത്തു കളയുകയാണ്. പരിശുദ്ധമായ പലതിനെയും നമ്മൾ വിശ്വസിച്ചിരുന്ന പരിശുദ്ധമെന്നും മാന്യതയെന്നും വിചാരിച്ച പലതിനെയും ഇറ്റ് സ്വാളോസ്, അതിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉത്തരാധുനിക സംസ്കാരത്തിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. എല്ലാം ഒന്നും എടുക്കുകയില്ല. വളരെ പ്രത്യേകത, വളരെ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സാണ്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈവിരൽ തുമ്പിലിരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലോകം. ഇവിടെ ഇരുന്ന് അങ്ങ് ചൊവ്വായിലെയോ ചന്ദ്രനിലെയോ സ്പേസിലൊക്കെ പോകുന്ന പേടകങ്ങളെ ഇവിടെ വിരൽത്തുമ്പിലിരുന്നാണ് നിയന്ത്രിക്കുന്നത്. അത് ലാൻഡ് ചെയ്യാനും ചിത്രങ്ങളെടുക്കാനും ചന്ദ്രനിലൂടെ അത് ഓടുവാനും ഇതെല്ലാം ഇവിടെ ഇരുന്ന. അപ്പം അങ്ങനെയുള്ള വളരെ വിവര സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ കടന്നുകയറ്റം. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ലോകം ഒരു കൊച്ചു ഗ്രാമമായിട്ട് മാറിയുന്ന. ദൂരം നമുക്ക് പ്രശ്നമല്ല, പ്രകൃതി ശക്തികളും നമുക്ക് പ്രശ്നങ്ങളല്ല. അതിനെയൊക്കെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സംസ്കാരത്തിലേക്കാണ്. അതിൻ്റെ വേറെ ചില പ്രത്യേകതകളാണ് ലൂസ് മൊറാലിറ്റി, അയഞ്ഞ ധാർമ്മികത. സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല, പ്രത്യേക നിലവാരങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പറയാം ഐ ഡു മൈ തിങ്, യു ഡു യുവർ തിങ്. ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു, താൻ തൻ്റെ കാര്യം ചെയ്തു. ആവശ്യമില്ല ആളുടെ കാര്യത്തിനകത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയെടുത്തുണ്ട്. വെറുതെ ചുമ്മാ ബ്രേക്ക് പിടിക്കാൻ പാസ്റ്റർ വരുമൊന്നും വേണ്ട. വെറുതെ എൻ്റെ അപ്പായും അമ്മയൊന്നും ബ്രേക്ക് പിടിക്കാനൊന്നും വേണ്ട. ഞങ്ങളുടെയൊക്കെ സംസ്കാരം ഇതാണ്. എനിക്ക് ഓർമ്മ, എൻ്റെ തലയിൽ ഒറ്റയടിക്ക് ഓർമ്മ വരുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു മർത്തമക്കാരി പെൺകുട്ടി. അവളുടെ ഫാദറുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അവളുടെ അമ്മയും അപ്പനും ഗൾഫില്ല. അവളെ ഇവിടെ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. പഠനത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഒരു പയ്യനുമായിട്ട് അവൾ പ്രേമത്തിലായി. വീട്ടുകാരൊരു കാരണവശാലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല. അപ്പോൾ ഈ ഫാദർ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാം? പ്രേമം ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കൗൺസിലിങ്ങിനകത്ത് അങ്ങനെ പ്രേമം ബ്രേക്ക് ചെയ്യുന്ന ജോലികളൊന്നുമില്ല. എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എഴുതുന്നത് ഞാൻ പറയും, പിള്ളേരല്ലേ അങ്ങനെയൊക്കെ തോന്നും. മാതാപിതാക്കന്മാർക്ക് ഭയങ്കര വിഷമം. കൗൺസിലിങ് വരുന്നതിന് കുട്ടികൾക്ക് നല്ല കൗൺസിലറാണെന്നുള്ള തോന്നലും. കുറച്ചു നേരം കഴിഞ്ഞെന്നെ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങും അടുക്കില്ല. അപ്പനും മോള് മാത്രമല്ല, അമ്മ ഗൾഫിലാണ്.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു, സർ എനിക്ക് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. പുറകിലൊക്കെ കേൾക്കാമല്ലോ അല്ലേ? കാത്തിരിപ്യോഗം മോഡലൊന്നും ഞാൻ നടത്തത്തില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനൊന്നും ചൂടാകാമെന്ന് വിചാരിക്കേണ്ട, ആത്മാവിൽ നിറയാം. ഇത് കാരണം ഒരു വ്യത്യസ്തമായൊരു ക്ലാസ്സാണ്. അവളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കത്തില്ല. സർ, വി ആർ ലിവിങ് ഇൻ എ പോസ്റ്റ് മോഡേൺ വേൾഡ്. ഞങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു ആധുനിക സംസ്കാരത്തിലാണ്. മൈ ഫാദർ ബിലോങ്സ് ടു ദി ഓൾഡ് ജനറേഷൻ. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പഴയ ഒരു തലമുറയിലാണ് എൻ്റെ അപ്പായും അമ്മയും ഒക്കെ ജീവിക്കുന്നത്. ഐ ബിലോങ് ടു ദി ന്യൂ ജനറേഷൻ കൾച്ചർ. ഒരു പുതിയ തലമുറയുടെ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മതവും ജാതിയും ഇതൊന്നും എനിക്ക് പ്രധാനം അല്ല. അപ്പം അതിൻ്റെ അർത്ഥം രണ്ട് നിലവാരങ്ങളാണ്, രണ്ട് സ്റ്റാൻഡേർഡ്സാണ്, രണ്ട് വീക്ഷണങ്ങളാണ് അവിടെ കാണുന്നത്. നോ സ്റ്റാൻഡേർഡ്സ്. കോമണായിട്ട് എല്ലാവരും കൂടി അംഗീകരിക്കുന്ന കാര്യങ്ങളില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുക. ഞാൻ ഇന്നലെ മെനഞ്ഞാന്നാണ് ഞാനൊരു ക്രിസ്ത്യൻ പീരിയോഡിക്കൽ വായിക്കുകയായിരുന്നു. ക്രിസ്ത്യാനിറ്റി ടുഡേ, വിദേശത്തുള്ള അമേരിക്കയിലുള്ളതാണ്. അതിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നതാ. യുണൈറ്റഡ് മെത്തഡിസ്റ്റ് കൗൺസിൽ. അമേരിക്കയിലുള്ള ആയിരക്കണക്കിന് മെത്തഡിസ്റ്റ് സഭകളുണ്ട് അവിടെ. സഭയുടെ വളരെ തിരുവിടത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യത്യസ്തമായ വീക്ഷണങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് സഭകൾ ആ സമൂഹത്തിൽ നിന്ന്, UMC എന്ന് പറയും, യുണൈറ്റഡ് മെത്തേഡ്സ് കൗൺസിൽ നിന്ന് അവർ വിട്ടുപോയി. അവർ സഭയെ ഉപേക്ഷിച്ചു. പല അച്ഛന്മാരും ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വന്ന അവരുടെ തീരുമാനമുണ്ട്. അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ പാസ്റ്റേഴ്സ്, അവർക്ക് ഹോമോസെക്ഷൽ ആയിരുന്നാലും കുഴപ്പമില്ല. ഞാൻ മലയാളം പറയണ്ടല്ലോ. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണിനാണോട് പ്രേമം തോന്നും, പെണ്ണിനോട് പ്രേമം തോന്നുക. അങ്ങനെയുള്ള ബിഷപ്പുമാരവർക്കുണ്ട്. സഭകൾ അങ്ങനെ സ്വവർഗപ്രേമത്തിലുള്ള കല്യാണം നടത്തിക്കൊടുക്കാം. കൗൺസിലിൻ്റെ തീരുമാനമാണ്. ചുരുക്കം വോട്ടുകൾ മാത്രമേ എതിരുണ്ടായിരുന്നുള്ളൂ. തിരുവെടുത്ത് പറയുന്നത് ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാകരുതെന്ന തിരുവെടുത്തതാ പറയുന്നത്. തിരുവെടുത്ത് നിർബന്ധമായി പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ തിരുവെടുത്തിന് അങ്ങനെ ഒരു പ്രമേയം, ഒരു അജണ്ടയുണ്ട്. ലോകത്തിനും അവരുടെ അജണ്ടയുണ്ട്. പിശാചിന് നമ്മളതിൻ്റെ ഈ തിന്മകളുടെ ശക്തികളെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് പിശാച്. അവൻ്റെ അജണ്ടയുണ്ട്. അവൻ്റെ അജണ്ട എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ സംസ്കാരമനുസരിച്ച് നമ്മളെ രൂപപ്പെടുത്തുക. മനസ്സിലാവുമോ? അവരുടെ സംസ്കാരം, അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളെ പ്രഷർ ചെയ്തിട്ട് അവർക്ക് തുല്യമാക്കുക. അവരുടെ പ്രമേയം അതാ. തിരുവെഴുത്തിൻ്റെ പ്രമേയം ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന പറഞ്ഞാൽ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓന്ത് നിറം മാറും. കെമിലിയോൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ നിറം മാറുന്നത് ചുറ്റുപാടുകളുടെ നിറമനുസരിച്ച. പച്ച ഇലകളുടെ ഇടയിലാണെങ്കിൽ അതിൻ്റെ നിറം പച്ച ഇലയാകും. കരിയിലയാണെങ്കിൽ അതിൻ്റെ നിറം എന്താണോ, അപ്പോൾ അതിൻ്റെ നിറം നിർണയിക്കുന്നത് പുറത്തുള്ള ലോകമാണ്. എനിക്ക് തോന്നുന്നു ഒക്ടോപ്പസ് ഏതാണ്ട് ഇതേ തരത്തിലുള്ളൊരു ജീവിയാണ്, കടലിൽ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിറം നിർണയിക്കുന്നത് പുറത്തുള്ള ലോകമാണ്, അകമല്ല. അപ്പം അങ്ങനെ ഒരു സംസ്കാരമാണെന്ന് വളർന്നു വരുന്നത്. പല യുവതിയുവാക്കന്മാരും ചോദിക്കാറുണ്ട്, പ്രേമോ സെക്സോ ഒക്കെ ആയി കഴിഞ്ഞിട്ട് അഭിപ്രായമുള്ളവരൊക്കെ ഇരുന്നുള്ള കുഴപ്പമില്ല. ഇതുള്ള വാക്കുകളൊക്കെ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കൊക്കെ ഭയങ്കര രക്തത്താൽ ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞു കളയും. പക്ഷെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം യോജിക്കാമെങ്കിൽ പിന്നെ പാസ്റ്റർക്കെങ്കിലും എത്ര വലിയ പ്രശ്നം.
ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എഗ്രീബിൾ ആണെങ്കിൽ നിങ്ങൾക്കെന്താ പ്രോബ്ലം എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരമാണിത്. അഡിക്ഷൻസ്, ആസക്തികൾ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും അല്ലേ? ഞാനതിൻ്റെ ക്ലാസ് എടുക്കുമെന്ന് എനിക്കത്ര ഷുവർ അല്ല. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എനിക്ക് എടുക്കണമെന്നുണ്ട്, സമയം തികയൊന്നും അറിഞ്ഞുകൂടാ. ഒരു കാര്യം തന്നെ നിർബന്ധമായി പിന്നെയും പിന്നെയും ചെയ്യുക, യാതൊരു നിയന്ത്രണവുമില്ല. അതിനെ നമ്മളേതാണ്ട് ഇത്തിൾ കണ്ണികൾ പോലെയാണ്, അതിനെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യം ഒരാസക്തിയാണ്, ഡ്രഗ്സ് ഒരാസക്തിയാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പഴയ കാലത്തൊക്കെ പറയുമായിരുന്നു ഇതൊന്നും ഇല്ല എന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഞാൻ കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ആളുകൾ എത്ര പേരാണെന്നറിയാം ഇതിനൊക്കെ അടിമകളായിട്ട് രഹസ്യമായിട്ട് വരാറുണ്ട്. ഡ്രഗ്സിന് അടിമകൾ. വേറെ ചിലർ അടിമകളായിരിക്കുന്നത് പോർണോഗ്രാഫിക്ക് അടിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇപ്പോൾ അവൈലബിൾ ആകുന്നത് സ്മാർട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ലൈംഗികമായ നഗ്നതയും വൈകൃതങ്ങളും എല്ലാം കണ്ട് രഹസ്യമായി ആസ്വദിച്ച് കാലപ്പഴക്കത്തിൽ അതുപോലെ ചെയ്യാൻ പരിശ്രമിച്ച് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു. അതിൻ്റെ അഡിക്ഷൻസ് ഉള്ളവരുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതിൻ്റെയൊക്കെ അഡിക്ഷൻസ്. ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പിന്നീട് ഞാൻ സംസാരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാം അഡിക്ഷൻസാ. ചില ആൾക്കൊരു പെങ്കൊച്ച അഡിക്ഷൻ, അവളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. ചില ആമ്പിള്ളേരുണ്ടടി ഫോൺ കഴിച്ചിട്ട് പറയുകയാണ്, നീ പറ, നീ എന്നെ കല്യാണം കെട്ടുമോ ഇല്ലയോ എന്ന് പറ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കടലിൽ ചാടും. ഈ കൊച്ചു അവസാനം പേടിച്ച് പറയാതെ ഞാൻ കെട്ടിക്കോളാവേ എന്ന് പറയും. അഡിക്ഷൻസാ. പിന്നെ ഭയങ്കര ആഘോഷമാണ്, എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ആഘോഷമാണ്. മദ്യവും താളവും സംഗീതവും ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു ലോകമാണ്, ആക്രമണ സ്വഭാവത്തിൻ്റെ ഒരു ലോകം. അത് ഞാനങ്ങ് പരിമിതപ്പെടുത്തട്ടെ. ഭൗതികതയാണ് ഇപ്പം ഇന്ന് ദൈവമല്ല ദൈവം. ദൈവത്തിന് പകരമായിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പറയുന്ന വിഗ്രഹമെന്നാണ്. നാച്ചുറലിസം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഇവല്യൂഷണറി തിയറി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മാറ്റർ എവിടുന്നാണ് വന്നത് ഇന്നും ആളുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് മാറ്റർ ഉണ്ടാകില്ല. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എവിടുന്നാണ് വന്നത് അവർക്ക് ഇന്നും വിവരിക്കാൻ കഴിയത്തില്ല. ജീവനിൽ നിന്ന് മാത്രമേ ജീവൻ ഉണ്ടാകുന്നുള്ളൂ. സയൻസാണ് ഈ പറയുന്നത്. ശരിയാണോ? പഠിച്ചിട്ടില്ലേ? പക്ഷെ അവർ പറയുന്നത് ഇത് എവിടെ നിന്നോ ഉണ്ടായി, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായി. ചില ആളുകൾ ഒരു കാലം വരെ പറഞ്ഞിരുന്നത് പ്രപഞ്ചം എന്ന് പറഞ്ഞത് നിത്യമാണ്, ആരംഭമില്ല എന്ന. സയൻസ് ഇന്നത്തെ ലോകത്തിൽ വിഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവല്യൂഷണറി തിയറി എന്ന് വിഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. അറിവുകൾ വിഗ്രഹങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം മെറ്റീരിയലിസം ഒരു ദൈവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ അവിടെയൊക്കെ അങ്ങ് പരിമിതപ്പെടുത്തട്ടെ. ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങളുണ്ട്. പോസ്റ്റ് മോഡേൺ കൾച്ചറിൻ്റെ പ്രത്യേകതകൾ. ഇത് നമ്മളെ ഏതാണ്ട് വിഴുങ്ങിക്കളയുമോ എന്ന് നമുക്ക് പേടി നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ മക്കളായതുകൊണ്ട് നമ്മളിതിൻ്റെ വലിയ യുദ്ധത്തിലൂടെയാണ് പോകുന്നത്. ഭയങ്കര രൂക്ഷമായ കോൺഫ്ലിക്റ്റാണ്, സംഘർഷമാണ്. അന്നും ഇന്നും വശ്യമാണ്, കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചികരമായിരുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം തൃപ്തിയും ആനന്ദവും വരുത്തുന്ന കാര്യങ്ങളാണ് ഇന്നും ലോകം നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ വരുന്നതിന് നമ്മൾ നല്ലൊരു ഭാഗം പേര് ചെയ്യുന്നതിനാണെന്നറിയാമോ? ചില ആളുകൾ സന്യാസികളെ പോലെയാവും. കണ്ണടയ്ക്കും, രക്തം ചെയ്യും, എനിക്കാരെയും കാണണ്ട, വർത്താനം പറയണ്ട, അമിതഭക്തരെന്നും പറഞ്ഞൊരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഡെൻട്രിസ്റ്റുകളെന്ന് പറഞ്ഞൊരു കൂട്ടം വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഡെൻട്രിസ്റ്റുകളെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ തെന്മല പോയാൽ ഏർമാടത്തിൽ വീടുകളുണ്ട്, കേട്ടിട്ടുണ്ടോ? തെന്മല പോയോ? ഇതുവരെ പോയില്ലേ? പോയി കാണണം. കേരളത്തിലെ കാര്യമാണ് ഈ പറയുന്നത്, അല്ല തമിഴ്നാട്ടിലെ കാര്യമൊന്നുമല്ല പറയുന്നത്. തമിഴ്നാട്ടിനോട് അടുത്ത
അവിടെയുള്ള മ്യൂസിക് ഫൗണ്ടൻ പോകണം. ഞാൻ പുനലൂരായിരുന്നു താമസിച്ചിരുന്നത്. ബഥേൽ ബൈബിൾ കോളേജ്, അസംബ്ലീസ് കൊണ്ട് കോളേജിൽ 26 വർഷം പഠിപ്പിച്ചു. എനിക്ക് സ്പെഷ്യൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഞാൻ കൊണ്ടുപോകും. സന്ധ്യ എന്നാണ്. സോ ബ്യൂട്ടിഫുൾ ആണത്. അവിടെ കല്ലടയാറ്, അവിടെ കല്ലട ഡാമാണുള്ളത്, തെമ്മല ഡാം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ ഈ വെള്ളം നല്ല ഫൗണ്ടനുകളിലൂടെ ഇങ്ങോട്ട് വിട്ട് എന്തൊരു മനോഹരമാണെന്നറിയോ കാഴ്ച, കാണേണ്ടതാ. ഇവർ താളാത്മകമായിട്ടുള്ള നല്ല സംഗീതവും കൂടെ അങ്ങോട്ട് കേൾപ്പിക്കും. നമ്മൾ അറിയാതെ നൃത്തം ചെയ്ത് പോകും അത് കണ്ടു കഴിഞ്ഞാൽ. എന്താണത്? അപ്പോൾ ഇനി പറഞ്ഞു വരുന്നത് ഇതാണ്. ഞാൻ അങ്ങ് പരിമിതപ്പെടുത്തിക്കോട്ടെ, എങ്കിലേ ബാക്കിയുള്ള കാര്യത്തിന് നമുക്ക് സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? സന്യസിക്കും. ഡെൻറ്റിസ്റ്റുകൾ, ഞാൻ പറഞ്ഞില്ലേ ഏർമാടത്തിൽ താമസിക്കുന്നവർ അവിടെ ഉണ്ട്. തെന്മല, നിങ്ങൾക്കവിടെ എന്താ സ്കേറ്റിംഗ് ആണോ? മലയിലൊക്കെ കയറുന്നതിന് എന്തോ പറയുന്നത്? സ്കേറ്റിംഗ് ആണോ? അല്ലല്ലോ, സ്കീയിങ് ആണോ? എന്താ മക്കളെ? ഹൈക്കിങ്. ഒരിക്കലെങ്കിലും പോയോ? ഒരു മലയിലും കയറിയിട്ടില്ല. എന്തിനാ? ഈ മല കയറിയാൽ മതിയല്ലോ, കൂടുതൽ മല കയറണ്ട. ഹിമാലയത്തിൽ പോകുന്നവരുണ്ട് ഹൈക്കിങ്. വിശുദ്ധന്മാരെന്ത് ചെയ്യുന്നറിയാമോ? മരത്തിൻ്റെ മണ്ടയിൽ താമസിക്കും. എന്താ കാര്യം എന്നറിയോ? സ്ത്രീകളെ കാണാതിരിക്കാൻ. കണ്ടു കഴിഞ്ഞാൽ നോക്കിപ്പോകുമോ, പാപം ചെയ്തു പോകുമോ പേടിച്ചിരുന്നവരുണ്ട്. ഒരു കൂട്ടം ആളുകൾ പലകയുടെ മുകളിൽ ആണികൾ തറച്ച് ആണിയിൽ കിടക്കുന്നവരുണ്ടായിരുന്നു. എന്തിനെന്നറിയോ? പൗലോസ് പറയുന്നുണ്ട്, ഇതിനെല്ലാം പിടിച്ചിങ്ങനെ ഒതുക്കി ഞാൻ മരിപ്പിക്കുകയാണെന്നാ. വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? വേറെ ചില ആളുകൾ ഐസിൻ്റെ മുകളിൽ കിടക്കുമായിരുന്നു. അപ്പം ചില ആളുകൾ ചെയ്യുന്ന ഇതുപോലുള്ള പ്രതിസന്ധികളും നമ്മളെ വശീകരിക്കുന്ന ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാറ്റിൽ നിന്നും ഉൾവലിഞ്ഞ് ആമയെപ്പോലെ തലവലിച്ച് ഒറ്റയ്ക്കുള്ള ലോകത്തിൽ. പക്ഷേ നല്ലൊരു ഭാഗം ആളുകളും ചെയ്യുന്നത്, നമ്മൾ വളരെ ഡെമോക്രസിയുള്ളൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഡെമോക്രസി എന്നുള്ളതിന് മലയാളം എന്താ മക്കളെ? ജനായത്ത ഭരണം. മലയാളം അറിഞ്ഞൂടാ നിങ്ങൾക്ക് പലർക്കും അല്ലേ? ആരാ അവിടെ ഭരിക്കുന്നത്? ആരാണ്? ജനങ്ങളാ ഭരിക്കുന്നത് അല്ലേ? ഭൂരിപക്ഷപ്രകാരമല്ലേ നടക്കുന്നത് കാര്യങ്ങളെല്ലാം? ആണല്ലോ. അഹരോൻ ഉണ്ടായിരുന്ന മതം അതായിരുന്നു. അഹരോന് ജനങ്ങളെല്ലാം പറഞ്ഞു, മോശയെ കണ്ടിട്ട് കുറേ നാളായി, 40 ദിവസമായി പുള്ളി പോയിട്ട്, ഞങ്ങൾക്കൊരു ദൈവത്തെ നീ ഉണ്ടാക്കി തരിക. ജനമെല്ലാം കൂടെ നിർബന്ധിച്ചപ്പോൾ, മെജോറിറ്റി ആളുകൾ വോട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ തയ്യാറല്ല. പുള്ളി രക്തസാക്ഷിയാകാനും തയ്യാറല്ല. അവസാനം എന്ത് ചെയ്ത്? ആദ്യത്തെ ഒരു കൽപ്പന തന്നെ ലംഘിച്ചു. എന്താ ചെയ്തത്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയായിതെന്ന് പറഞ്ഞു. അവിടുത്തെ എന്തായിരുന്നു അറിയോ പ്രത്യേകത? ഭയങ്കര പ്രതിസന്ധിക്കകത്തേക്ക് എത്തി. എത്ര പേരാ അന്ന് കൊല്ലപ്പെട്ടത്? 23,000 ആണോ അതോ 3,000 പേരോ? എനിക്കത് തമ്മിൽ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നു. ബിലയാമിൻ്റെ കഥ. ഇനി ആയിരക്കണക്കിന് ആളുകളെ അന്ന് കൊന്നു. എന്താണ്? മെജോറിറ്റി ആളുകൾ ഇതെല്ലാം ചെയ്യുന്നു. ഭൂരിപക്ഷം ആളുകളെല്ലാവരും ഇത് ചെയ്യുന്നു. നമ്മുടെ പ്രത്യേകത ഞാൻ പറയാം. എല്ലാവരും വലത്തോട്ട് മുണ്ടെടുക്കുന്നു, നമ്മളും വലത്തോട്ട് മുണ്ടെടുക്കുന്നു. മുസ്ലിംസ് ഇച്ചിരിയുടെ വ്യത്യാസമാണ്. അവരിടത്തോട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു ഭാഗം പേരും. നമ്മളിങ്ങനെ കൈമലർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവർ നേരെ തലയും കുത്തി കിടന്ന് പ്രാർത്ഥിക്കുന്നല്ലേ? മെജോറിറ്റി ആളുകൾ എല്ലാവരും കഴിക്കുന്നു, ഞാനും കഴിക്കുന്നു. എല്ലാവരും അത് കാണുന്നു, ഞാനും കാണുന്നു. എല്ലാവരും പിന്നെ ഇച്ചിരി അടിക്കുന്നു, ഞാനും അടിക്കുന്നു. ഞാൻ ബാക്കി ലിസ്റ്റ് നിങ്ങൾ കൂട്ടി വെച്ചാൽ മതി. ഇതാണ് ഇന്നത്തെ സംസ്കാരം. പരിമിതപ്പെടുത്തിട്ട് മക്കളെ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്ലഷർ സെൻറ്റേർഡ്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേക പ്ലഷർ സെൻറ്റേർഡ്. ആനന്ദാനുഭൂതി, ഉന്മാദ അനുഭവങ്ങൾ ഉണ്ടാവണം. ഒരുത്തൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഉന്മാദമാണ്. പിന്നെ അവനിവിടെ നിൽക്കുന്ന തറയിലൊന്നുമല്ല, റോഡിൽ കൂടി നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെയാണ് റോഡെല്ലാം എന്ന് തോന്നും. പോലീസിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നേരെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പുള്ളി എന്താ? ഉന്മാദ അവസ്ഥയിലാണ്. ഡ്രഗ്സ് അടിച്ച് കഴിയുന്നതിനെ ഉന്മാദ അവസ്ഥയില്ല. സെക്സിൻ്റെ പുറകിൽ പോയി കഴിയുന്നതിനെ ഉന്മാദ അവസ്ഥയില്ല. ഈ വേണ്ടാത്ത ചപ്പ് ചവറ് നൃത്തങ്ങൾ, മ്യൂസിക്കുകൾ, ഇതിനകത്ത് പോയി നമ്മളൊരു നമ്മൾ ഈ വൈകാരിക ജീവികളാണ്. ഉന്മാദ അവസ്ഥയാണ് ഇത്. ഞാൻ പറഞ്ഞു വരുന്നത് ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അവിടെ ഉന്മാദ അനുഭവം, പ്ലഷർ സെൻറ്റേഡാ. പക്ഷെ വിശുദ്ധ ബൈബിള് പഴയ നിയമവും പുതിയ നിയമവും, യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവരുടെ ദൈവം ഒരു ധാർമ്മിക നിലവാരം ഉള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ വേദഭാഗത്തേക്ക് ഇനി ഒന്ന് മടങ്ങി വരട്ടെ, എന്നിട്ട് ഞാൻ പരിമിതപ്പെടുത്തട്ടെ. ഇവിടെ കർത്താവ് പറയാണ്, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം, നിങ്ങൾ അവർക്ക് തുല്യം. യു ഷാൽ ബി ഡിഫറൻറ്റ്. ഞാനതിന് എൻ്റെ വ്യാഖ്യാനം, ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് us ടു ക്രിയേറ്റ് എ കൗണ്ടർ കൾച്ചർ. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു പ്രതിസംസ്കാരം, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംസ്കാരം ഉണ്ടാക്കണം നമ്മൾ. ദാനിയേല് കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കിയ ഒരാളാണ്. മെജോറിറ്റി ഒപ്പീനിയൻ അല്ല പ്രധാനം, അധികാരികളുടെ ശബ്ദവും പ്രധാനമല്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവരെന്താ ചെയ്തത്? ഒരു കൗണ്ടർ കൾച്ചറാ. ഇതേ കാര്യമാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ അവരോട് തുല്യര് ആകരുത്. ഞാൻ പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഈ യേശു കർത്താവിൻ്റെ മാർഗം ഒരു വലിയ കൗണ്ടർ കൾച്ചറാണ്. ആത്മാവിൽ ദരിദ്രരായവര്, ലൂക്കോസിൽ പറയുന്ന വെറുതെ ബ്ലസ്സഡ് ആർ ദ പൂവർ എന്നേ ഉള്ളൂ. ബ്ലസ്സഡ് ആർ ദ പൂവർ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രരെന്ന് പറയുന്നില്ല. ദരിദ്രരൊക്കെ ഭാഗ്യവാന്മാരാ. കൗണ്ടർ കൾച്ചറാ. സ്വന്തം കാറുണ്ട്, സ്വന്തം വീടുണ്ട്, സ്വത്തുണ്ട്, കോടികളുണ്ട്. ഭാഗ്യവാന്മാരാണോ? അവർ ഭാഗ്യവാന്മാരാ. പക്ഷേ യേശു കർത്താവ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ദരിദ്രന്മാര് ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവര്, സൗമ്യതയുള്ളവര് കഴുതകളാണെന്നാ. പക്ഷെ കർത്താവ് പറയുക, സൗമ്യതയുള്ളവര്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവര് ഭാഗ്യവാന്മാര്. ഞാൻ നോക്കുന്നേ, സമാധാനം ഉണ്ടാക്കുന്നവര് ഒരു കൗണ്ടർ കൾച്ചറാ. യേശു കർത്താവിൻ്റെ മാർഗം അതാണ്. ഇനി ഇവിടത്തേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ, ഈ വേദഭാഗത്തേക്ക്. നിങ്ങൾ അവരോട് തുല്യര് ആകരുത്. 3 ഗ്രൂപ്പുകാരോട് തുല്യരാകരുത്. അത് ഒത്തിരി വിവരിക്കത്തില്ല ഞാൻ, കാരണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാനൊക്കില്ല. ഇത് നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ലിസ്റ്റിന് ബാക്കി നിങ്ങൾ ചേർക്കണം. ഇവിടെ കർത്താവ് പറയുന്ന 3 ഗ്രൂപ്പുകളാണ്. അന്നത്തെ സംസ്കാരത്തിൽ, അന്നത്തെ ലോകത്തിലുണ്ടായിരുന്ന 3 ഗ്രൂപ്പുകാരുണ്ട്. ഡോമിനൻ്റ് ഗ്രൂപ്പാണ്. അവരാണ് സംസ്കാരത്തെ നിയന്ത്രിച്ചിരുന്നത്. അവരാണ് ജീവിതത്തിൻ്റെ മുഖ്യധാരയെ എല്ലാം. അവരുടെ എത്തിക്സ്, അവരുടെ സമീപന രീതി അതായിരുന്നു അതിനെല്ലാം നിയന്ത്രിച്ചിരുന്നത്. നമ്മുടെ ലോകത്തിൽ ഇതിന് പകരം വ്യത്യസ്തര് നിങ്ങൾ കണ്ടെത്തണം. അവരോട് തുല്യരാകരുതെന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്ന 3 ഗ്രൂപ്പുകാരെയാണ്. ഒന്ന്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ. അപ്പം അതിൻ്റെ അർത്ഥം, അക്കാലത്തെ പരീശൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ വേർപെട്ടവരെന്നാണ്. നമ്മളെയൊക്കെ വിളിക്കുന്ന വേർപാടുകാരെന്നാണ്. വേർപാടുകാരല്ല, വേർപെട്ടവരെന്നാ. പഴയ അവരെ സഭയ്ക്ക് വിളിച്ച വേർപാടുകാരെന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ്. അവരത്ര തീവ്രമായ ഭക്തി ഉണ്ടായിരുന്നവരാ. പൗലോസ് പറഞ്ഞ പരീശന്മാരിൽ പരീശൻ, ആരോടും അവർ അടുത്തിടപഴകത്തില്ല, ഭയങ്കര തീവ്രമായ ഭക്തിയാ. കർത്താവ് പറയുകയാണ്, അവരുടെ ഭക്തിയെ കവിയുന്നില്ല എങ്കിൽ. അവരുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവരുടെ വസ്ത്രങ്ങളുടെ നീളമൊക്കെ കൂട്ടും, വഴിയിൽ നിന്നവർ പ്രാർത്ഥിക്കും, എല്ലാവരുടെയും മുൻപിൽ വളരെ പരിശുദ്ധന്മാരാ. അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം പരീശന്മാരുണ്ടായിരുന്നു. ബ്ലീഡിങ് ഫാരിസീസ് എന്നും പറഞ്ഞൊരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. രക്തം വാർന്നൊലിക്കുന്ന പരീശന്മാർ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ തെരുക്കളിലേക്ക് ഇറങ്ങിയാൽ ഒരു സ്ത്രീയെ കണ്ടാൽ കണ്ണടച്ചേ നടക്കുള്ളൂ. പെറ്റമ്മയെ കണ്ടാലും കണ്ണടയ്ക്കും, സ്വന്തം പെങ്ങളെ കണ്ടാലും കണ്ണടയ്ക്കും. സ്ത്രീയെ കാണാൻ പാടില്ല. എവിടെയെങ്കിലൊക്കെ ചെന്ന് തലയും കുത്തി വീഴും. നെറ്റിയിലും കയ്യിലും കാലിലുമൊക്കെ പാടുകൾ കാണും, രക്തമൊലിക്കും.
വിശുദ്ധന്മാരുടെ ലക്ഷണമാണതെന്ന കർത്താവ് പറയാം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമാ വെടിപ്പാക്കുന്നത്, അകത്ത് മുഴുവൻ തിന്മയാ. ഭക്തരെന്ന് പറയും നമ്മുടെ ഇടയിൽ ഇതുപോലെ വളർന്നു വരുന്നുണ്ടൊരു സംസ്കാരം. ഭാഗ്യമായി നോക്കിയാൽ നല്ലൊരു ഭാഗം നമ്മുടെ ആളുകളൊക്കെ കുമ്പളങ്ങ മുഖമുള്ളവരാ, പാസ്റ്റേഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള നടന്മാരുടെ ലക്ഷണം അവർക്കൊക്കെ. പാസ്റ്റർ അതുപോലെ തന്നെയാണ്, ഭക്തിയുടെ ലക്ഷണമാണ്. ഒരിക്കൽ ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ സ്ത്രീയുടെ അപ്പനും കൂടി 19-20 വയസ്സുള്ളൊരു മകനെയും കൊണ്ട് എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഇടയ്ക്ക് ഞാൻ ഈ പുട്ടിന് തേങ്ങ പീര ഇടുന്ന പോലെ ഇടയ്ക്ക് ഇടുകയാണ്, നിങ്ങൾ ശ്രദ്ധയങ്ങ് മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ ഇവരെൻ്റെ കൗൺസിലിംഗ് മുറിയിൽ വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് വന്നത്. അമ്മയാണ് മുൻകൈ എടുത്തത്. സാർ, ഞങ്ങളുടെ മോൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറഞ്ഞ്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ. അടുത്ത ചോദ്യം, സാർ ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ, ആ മീശ വെച്ചിരിക്കുന്ന സാർ കണ്ടില്ലെന്ന് ചോദിച്ചു. എൻ്റെ അകത്ത് ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മീശയ്ക്ക് കൗൺസിലിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞെന്നെ അവൻ എന്നോട് പറയാ, സാർ അവനൊരു കൊന്തമാല ഇട്ടേക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചുണ്ടോ അവനെ? ആ കാർഡ് എടുത്ത് കാണിച്ചു. ഞാൻ ഇത് കൊന്തമാല, എൻ്റെ സാറേ ഇവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നതിനേക്കാൾ നല്ല കത്തോലിക്കരുടെ കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നില്ല സമാധാനമായിട്ടെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. മനുഷ്യനിത് ഞാൻ വീട്ടിൽ കിടക്കുന്ന ഒരു ജയില് പോലെയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ത്രീയോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കെന്താ ദൈവം മീശ തരാതിരുന്നു എന്ന് ചോദിച്ചു. നല്ലൊരു ഭാഗം സ്ത്രീകൾക്ക് മീശയില്ല, വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ വരുമ്പോഴുള്ളത്. ഇവർക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞ ആൺപിള്ളേരായി കഴിഞ്ഞാൽ ഒരു കൊച്ചു മീശയൊക്കെ വേണം മക്കളെ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഐസക് സാർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം തന്നിരിക്കുകയല്ലേ. പുരുഷത്വത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ വെക്കണോ വെക്കണ്ട അത് നിങ്ങളുടെ സ്വന്തം തീരുമാനം. എന്നാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിച്ചിരിക്കുന്ന ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഭക്തിയുടെ ലക്ഷണം. കർത്താവ് പറയുക, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. നിങ്ങൾ വേണമെങ്കിൽ പിന്നീട് വായിച്ചു കൊള്ളണം. അവിടെ കർത്താവ് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കാനൊക്കത്തില്ല. നിങ്ങൾ പറയുന്നത് കൊലപാതകം ചെയ്യരുത്. കർത്താവ് പറയുകയാണ്, നിന്റെ സഹോദരനോട് നീ മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് അവരുടെ നോട്ടത്തിൽ ബാഹ്യമായിട്ടുള്ള കൊലപാതകം മാത്രമാണ്. നിങ്ങൾ പറയുന്നത് വ്യഭിചാരം ചെയ്യരുതെന്നാ, ഞാനോ നിങ്ങളോട് പറയുന്നത് കൗണ്ടർ കൾച്ചറാ. നിങ്ങൾ ആ ഗിരിപ്രഭാഷണം മുഴുവൻ ഞാനോ നിങ്ങളോട് പറയുന്നത് എത്ര പ്രാവശ്യമാണെന്ന് കർത്താവ് പറയുന്നത്? ഇത് പോരാ എന്നാ പറയുന്നത്. സ്ത്രീയെ മോഹിക്കുന്നതിന് വേണ്ടി അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം. കർത്താവ് നോക്കുന്ന അകത്തെ അന്തർഭാഗത്തിലെ സത്യത വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബാഹ്യമായ പരീക്ഷ മതം അവരെ പോലെ ആകരുത്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നുണ്ട്, കപടഭക്തിക്കാരെ പോലെ ആകരുത്. 6:2, 6:5 വാക്യങ്ങളിൽ കപടഭക്തിക്കാർ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും ഭക്തി അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. 6:5 പിന്നെ 6:2 കപടഭക്തിക്കാരെ പോലെ ആകരുത്. മനുഷ്യർക്ക് വിളങ്ങുന്നതിന് ഒത്തിരി കാര്യം പറയുന്നുണ്ട്. കപടഭക്തിക്ക് ഉപവസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കപടഭക്തി എന്ന് പറഞ്ഞാൽ മുഖം മൂടി ധരിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന. പഴയ കാലത്തൊക്കെ ഗ്രീക്ക് സംസ്കാരത്തിൽ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ നാടകത്തിൽ ആളുകൾ അഭിനയിക്കുമ്പോൾ ഒരു മുഖം മൂടി ഇടുന്നത് പതിവാ. ക്രിസ്മസ് ഫാദറിൻ്റെ മുഖം മൂടി നമ്മൾ ഇടുന്നത് പോലെ. പഴയ നിയമത്തിൽ ഒരാളുണ്ട് ഈ മുഖം മൂടി ധരിച്ചത്. എന്താണെന്നറിയാമോ? ഇസഹാക്കല്ലേ തൻ്റെ മകനായിരുന്ന യാക്കോബിനെ വിളിച്ചിട്ട് പറയാണ്, മകനെ, അപ്പനെ കണ്ണ് കാണാൻ കഴിയുന്നില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, പോയി വേട്ടയിറച്ചി കൊണ്ടുവരാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഒരാൾ അമ്മയുടെ മോനും മറ്റേ ആൾ അപ്പൻ്റെ മോനുമാ. ആരാ? യേശാവ് അപ്പൻ്റെ മോനും
യാക്കോബ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണുന്ന ഇതുപോലുള്ള രോഗമൊക്കെ ചില ആളുകളുടെ പ്രത്യേകത കാണിക്കുക. ഇവർക്കൊക്കെ നിങ്ങളുടെ ദേഷ്യം ഉണ്ടെന്നറിയണം അങ്ങനെ കൂടുതൽ കാണിച്ചാൽ. അവസാനം അമ്മ കേട്ടുകൊണ്ടിരുന്ന, മക്കളെ കള്ളം കാണിക്കാൻ അമ്മയാണ് കൂട്ട് നിൽക്കുന്നത്, ഒരു കാര്യം ചെയ്യ്, നീ എല്ലാം റെഡി ആയിക്കോ, അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ബൈബിൾ അറിയാമെന്നുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവസാനം യാക്കോബ് ഇറച്ചിയായിട്ട് ചെല്ലുക, അപ്പാ ഞാനിതാ വേട്ടയിറച്ചിയായിട്ട് വന്നിരിക്കുന്നു, ഭക്ഷിച്ചെന്നെ അനുഗ്രഹിച്ചാലും. അപ്പൻ്റെ ചോദ്യം, മകനെ നിനക്ക് ഇത്ര വേഗത്തിൽ ഇത് എവിടെ നിന്ന് കിട്ടി? അവിടെ ഭക്തി കേട്ടോണേ. പുറത്തിട്ടേക്കുന്നല്ല ഉടുപ്പേ പിന്നെ യേശാവിനെ പോലുള്ളതാ. അപ്പാ സ്തോത്രം സ്തോത്രം, രക്തത്താൽ ജയം, നിന്റെ ദൈവമായ കർത്താവ്, ഹല്ലേലൂയ ഹല്ലേലൂയ, അതെൻ്റെ പേർക്ക്. നമുക്ക് ഈ കാവട്ടി മുഖമൊക്കെ ഉണ്ട് കേട്ടോ. യേശു കർത്താവിൻ്റെ പേര് ഞാൻ തന്നെ വഴിയും സത്യവും. മക്കളെ ഈ അഭിനയിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുന്നതന്നെ അറിയാതല്ല. പഴയ കുറുക്കൻ്റെ കാര്യം കേട്ടിട്ടുണ്ടോ? കുറുക്കൻ്റെ കഥ അറിയാമോ? കാട്ടിൽ കുറേ കുറുക്കന്മാരുണ്ട്. അതേ സമയത്ത് 1-2 സിംഹങ്ങളിലൂടെയുണ്ട്. എല്ലാ ദിവസവും സിംഹം വന്നൊരു മൃഗത്തെ തിന്നും. ഓരോരുത്തർ അവരവരുടെ ക്രമം അനുസരിച്ച് വരണം. അപ്പോൾ ഇനി അടുത്തത് കുറുക്കൻ്റെ ക്രമമാണ്. പഴയ പ്രായമുള്ള ആൾക്കൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അവസാനം കുറുക്കന്മാർ രക്ഷപ്പെടാനായിട്ട് നോക്കിയാണ് അടുത്തം കണ്ട് ഡൈ ചെയ്യുന്നൊരു വലിയ പാത്രത്തിനകത്ത് ചുമന്ന നിറത്തിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ തുണികളൊക്കെ ചുമപ്പാക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും അതിനകത്തേക്ക് പോയി ചാടി നല്ല നിറമൊക്കെ ആയിട്ട് വന്നു. എന്തൊരു രസമായിരിക്കുന്നു കാണാൻ, നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി. അത് കഴിഞ്ഞ് അതിനടുത്ത ദിവസം രാവിലെ സിംഹം എടുത്തു. ആരവിടെ? രാജാവ് ചോദിക്കുന്ന ചോദ്യമല്ലേ, അവൻ കാട്ടിലെ സിംഹം, കാട്ടിലെ രാജാവല്ലേ? അപ്പോൾ അവർ പറയും നമ്മളിവിടെ. അയാളെക്കാൾ കൂടിയവര് ആരാണ്? ഞങ്ങൾ ഈ കാട്ടിലെ രാജാക്കന്മാരാ. അപ്പോൾ ഇവര് സിംഹത്തിന് മുമ്പിൽ പ്രത്യക്ഷമായി. സിംഹം പേടിച്ചുപോയി. സിംഹം അങ്ങ് അകത്തോട്ട് കയറിപ്പോയി, കാട്ടിലോട്ട് കയറിപ്പോയി. രാത്രിയായി, രാത്രി 10 11 12 ഒരു കുറുക്കനൊരു ചെറിയ ആഗ്രഹം, ഒന്ന് കൂവണം. ഒരാളൊന്ന് കൂവി, മറ്റേ ആളിന് സഹിക്കും. നമ്മുടെ ഈ കോൺഫറൻസിനൊക്കെ ഈ നമ്മുടെ ക്യാമ്പിനൊക്കെ പോകുന്നുണ്ട്, രാത്രി ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത കുറുക്കൻ എന്ത് ചെയ്തു? പുള്ളി ഒന്ന് കൂവി. ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പരീക്ഷ വന്നു. എല്ലാവരും കൂടെ കൂക്കൂ, ഭയങ്കര കൂവല്ല. നമ്മൾ എത്ര ഹൈഡ് ചെയ്താലും കുറച്ച് കഴിയുന്ന നമ്മുടെ അകത്തിരിക്കുന്ന ഒരു കുറുക്കനുണ്ടല്ലോ, അത് കൂവാനുള്ള സാധ്യത. അതാ പറയുന്നത് കപടഭക്തിക്കാരെ പോലെ അരുത്. മൂന്നാമത്തെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ 1.5 മണിക്കൂർ എടുത്ത് ക്ലാസ് എടുക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ എല്ലാറ്റിനകത്ത് കൊണ്ടുപോകാൻ കഴിയത്തില്ല. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. ഇത് 6-5 വാക്യങ്ങളാണ്. 6:7-32 നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. നമ്മുടെ ഇടയിലുണ്ട് ഈ ജൽപ്പനം എന്ന് പറഞ്ഞാൽ, കർത്താവെ വിടുവിക്കണേ വിടുവിക്കണേ വിടുവിക്കണേ, വിടുവിച്ചില്ല നിന്നെ ഞാൻ വിടത്തില്ല. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ദൈവത്തെ സ്വാധീനിക്കുന്ന, വെരി സോറി, ബൈബിൾ ടീച്ചിങ് അല്ലത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പൻ മക്കൾ ബന്ധം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല നമ്മുടെ പ്രാർത്ഥനയുടെ ആവർത്തനം കൊണ്ടും ശക്തി കൊണ്ടും അനങ്ങാതിരിക്കുന്ന ദൈവത്തിൻ്റെ ഇരുമ്പ് കയ്യെ അനക്കുന്ന അല്ല പ്രാർത്ഥന. നമ്മളൊക്കെ പറയുന്ന പ്രാർത്ഥനയുടെ ശക്തി എന്നാ, ദൈവത്തിൻ്റെ കൃപ എന്നാ പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്നിലാ ശക്തി. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുന്ന നമ്മുടെ ഭക്തിയുടെ രീതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. ജാതികളുടെ പ്രത്യേകത എന്നാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തോ ഉടുക്കും, സർവ്വസമയം ഇവിടുത്തെ കാര്യം. പ്രിയോക്കുപ്പൈഡ് വിത്ത് എർത്തിലി തിങ്സ്. ഇവിടുത്തെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അവരുടെ തലച്ചോറിനകത്ത് ഇല്ല. നമുക്ക് ചിലപ്പോൾ പഠിത്തമായിരിക്കും, എനിക്ക് അറിഞ്ഞോടാ നിങ്ങൾക്കൊക്കെ എന്തായിരിക്കുമെന്ന്. അങ്ങനെ 6:31 പറഞ്ഞു, മുൻപേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും. മലയാളത്തിൽ വിട്ടുപോയൊരു പദപ്രയോഗമാണ് ബട്ട്. അല്ലാ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. ഈ മുസ്ലിങ്ങളുടെ അല്ലാ അല്ല, ഗ്രീക്ക് പദം. അല്ലാ എന്ന് പറഞ്ഞാൽ ബട്ട്. ഇൻ കോൺട്രാസ്റ്റ് ദം, അവരോട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മുൻപേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും. ജീവിതത്തിലെ മുൻഗണനകൾ തീരുമാനിക്കണം. സീക്ക് ഫസ്റ്റ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെ പറയുന്നത് എന്താ? മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും.
അന്വേഷിക്കുക. അവരോട് തുല്യം, ഞാൻ പരിമിതപ്പെടുത്തുന്നു, നിങ്ങൾ അവരോട് തുല്യരാകരുത്. ബാക്കി ലിസ്റ്റ് ബാക്കി നിങ്ങളുടെ മനസ്സിൽ പറയണം. ആ ജോണിനെ പോലെ ആകരുത്, ലക്ഷ്മിയെ പോലെ ആകരുത്, ഫ്രണ്ട്സിനെ പോലെ പലരെ നിങ്ങൾ ബാക്കി ലിസ്റ്റാക്കിക്കും. കോപ്പി അടിക്കുന്നവരെ പോലെ ആകരുത്, തെറി പറയുന്നവരെ പോലെ ആകരുത്, സെക്സിൻ്റെ പുറകെ നടക്കുന്ന ഒരു തരം ഭ്രാന്തന്മാരെ പോലെ ആകരുത്. മറ്റുള്ളവരെല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്നത് അവർ കണ്ട ചപ്പും ചവറിൻ്റെയും കാര്യം ചർച്ചയാണ്. നീ അവരെ പോലെ ആകരുത്. യു ഷാൽ ബി ഡിഫറൻറ്റ്. നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. 5:48 വാക്യത്തിലായിരിക്കണം. അവിടെ 5:13, 14, 48 എന്തായി തീരണം അതും കൂടെ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. നിങ്ങൾ ഭൂമിയുടെ ചീഞ്ഞഴുകുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. നശിച്ചുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കും അവർക്ക് രുചി വരുത്തുന്നതല്ല, തിന്മ മാറ്റുന്നതിന് വേണ്ടി പഴയ കാലത്ത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഇറച്ചി, മീന് ഇതൊക്കെ ചീഞ്ഞഴുകാതിരിക്കാൻ അതിനോടൊപ്പം ഉപ്പ് ചേർക്കുമായിരുന്നു. ഉപ്പ് വയ്ക്കും, ഉപ്പിലിടും. എന്തിനാണെന്നറിയോ? നശിക്കാതിരിക്കാൻ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന, നിങ്ങളുടെ കോളേജിലെ ഉപ്പാണ് നിങ്ങൾ. ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ ഒരു പ്രയോജനമില്ലെന്നാ. യൂതന്മാരൊക്കെ സാധാരണഗതിയിൽ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയിൽ അടുപ്പ് വയ്ക്കുമ്പോൾ ഏറ്റവും അടിക്ക് ആദ്യം വിടുന്ന ഉപ്പാണ്. അതിൻ്റെ പുറത്താണ് ഇഷ്ടിയൊക്കെ കൂട്ടുന്നത്. കുറേ നാൾ ഇത് ഭക്ഷണം വെച്ച് കഴിയുമ്പോൾ ഉപ്പിൻ്റെ രുചി അങ്ങ് നഷ്ടപ്പെടും. ഒന്നിനും കൊള്ളില്ല, വെറുതെ വലിച്ചു വാരിക്കളയും. എന്നെയും നിങ്ങൾ ഇതുപോലെ വലിച്ചു വാരിക്കളയുമെന്ന് അറിയണം. യഹൂദനെ ദൈവം 2000 വർഷം വലിച്ചെറിഞ്ഞെങ്കിൽ AD 70 മുതൽ 1948 വരെ ഈ ഉപ്പായിരിക്കാൻ അവർ കഴിയായിരുന്നുണ്ട്. God threw them out. God cast them out. ദൈവം അവരെ പുറത്താക്കി കളഞ്ഞു. 1948 ഒരു രാജ്യം ഉണ്ടായത് കേട്ടിട്ടുണ്ടോ ചരിത്രം? യെശയ്യാപ്രവചനത്തിന്റെ അവസാന പുസ്തകത്തിൽ ചോദിക്കുക, ഒരു ദിവസം കൊണ്ട് രാജ്യത്തെ പെറുമോ? ഒറ്റ ദിവസം കൊണ്ട് രാജ്യം ഉണ്ടായതാ. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയതാ. എന്താ പറയുന്നത്? പ്രയോജനമില്ലാതിരുന്നുകൊണ്ട് നല്ല ഒലിവിൻ്റെ ഒക്കെ ഒടിച്ചു കളഞ്ഞു കേട്ടോ. അടുത്തത് പറയാ, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന കോളേജിൽ, സ്കൂളിൽ എല്ലാം ഇരുട്ടായിരിക്കും. പക്ഷെ നീ അവിടുത്തെ ഒരു കൊച്ചു മെഴുകുതിരിയ. എല്ലാവരും തപ്പിത്തടയും. നിങ്ങൾ ആ വഴികാട്ടികൾ അറിഞ്ഞിരിക്കണം. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം, യു ഷാൽ ബി ഡിഫറൻറ്റ്. എന്താ ഡിഫറൻറ്റ്? യു ആർ ദ സോൾട്ട്, യു ആർ ദ ലൈറ്റ്. ലോകം മുഴുവൻ ഇരുട്ട് കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇരുട്ട് കുറയല്ല, ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിൻ്റെ ഒരു രാത്രിയിലേക്ക് ഇത് പോകുകയാണ്. 5:48 പറയുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും. അതൊക്കെ വിവരിക്കേണ്ടതാ. നിങ്ങളും സൽഗുണ പൂർണ്ണരാകും. സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ. അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്. നല്ലവരുടെ മേലും ആകാത്തവരുടെ മുകളിൽ അവൻ മഴ പെയ്യ്ക്കുന്നു, അല്ലേ? നല്ലവരാണോ അഴുക്കരാണോ ഇതൊന്നും നോക്കിയിട്ടല്ല ദൈവം മഴ പെയ്യ്ക്കുന്നത്. ദൈവത്തെ ഇതൊന്നും സ്വാധീനിക്കാറില്ല. സാഹചര്യങ്ങളൊന്നും അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അവൻ ദീർഘക്ഷമയും മഹാദയുള്ളവനാ. പാപത്തിനനുസരിച്ച് ചെയ്താൽ നമ്മളാ നിർണയിക്കുന്നത്. നമ്മളാ പാപം. അത് അവൻ്റെ പ്രകൃതിയെ സ്വാധീനിക്കാം. പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നല്ലവരുടെ മുകളിലും ആകാത്തവരുടെ മുകളിലും അവൻ മഴ പെയ്യ്ക്കുന്നു, സൂര്യനെ കൊടുക്കുന്നു. അതുപോലെ ആയിത്തീരണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെയും നിങ്ങളുടെയും ചുറ്റുപാടുകളിൽ വളരെ വഷളത്വവും തിന്മയും പാപവും ലൗകികതയും കൊണ്ട് നിറയുമ്പോൾ അവൻ എങ്ങനെ സൽഗുണ സമ്പൂർണനായിരിക്കുന്നോ അവരല്ല നിർണയിക്കുന്നത്. നമ്മൾ സൽഗുണപൂർണരായിത്തീരണമെന്നാണ്.
ഇവിടെ എൻ്റെ വാക്കുകളെ നിർത്തി, ഒരു ധ്യാനത്തിൻ്റെ വാക്കുകളാണിത്. ഇത് ഏറ്റവും അടിക്ക് നിങ്ങളുടെ മനസ്സിൽ കിടന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഒരു കൗണ്ടർ കൾച്ചർ വേണം. ഇതിനകത്തൊരു പ്രതിസംസ്കാരം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞ്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ഓർഡർ. ഈ ലോകത്തിൻ്റെ ക്രമപ്രകാരമുള്ളൊരു രാജ്യമല്ല എൻ്റെ രാജ്യം. യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നവരറിയണം. ഇവിടുത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ലഗിയോൻ ആയിരക്കണക്കിനവന് ദൂതന്മാരെ ഇങ്ങോട്ട് അയച്ച് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷേ കർത്താവ് പറയുക, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ഓർഡർ. ഈ ലോകത്തിൻ്റെ ഓർഡർ അനുസരിച്ചുള്ളൊരു രാജ്യമല്ല എൻ്റെത്. ആ രാജ്യമാണ് നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ട ആ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ കൗണ്ടർ കൾച്ചർ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നിട്ട് പറയുക, ആ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴത്തിലൊന്ന് ഇറങ്ങാൻ ഒരു നിമിഷം നിങ്ങളൊന്ന് അനുവദിക്കൂ. മോളെ, അവർക്ക് നീ തുല്യരാകണ്ട, ഇനി മുതൽ വേണ്ട കേട്ടോ മോനെ, നീ അവർക്ക് തുല്യരാകണ്ട. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. കർത്താവ് പറയാണ്, യു ഷാൽ ബി ഡിഫറൻറ്റ്. അവരോട് തുല്യരാകരുത്. ഭൂരിപക്ഷമല്ല, ദൈവത്തിൻ്റെ പക്ഷമാണ് പ്രധാനം. സംസ്കാരമല്ല, തിരുവെഴുത്താണ് പ്രധാനം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് കൽപ്പിച്ച കൽപ്പന എത്ര ആഴമുള്ളതാണ്. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ പലപ്പോഴും പ്രഷേഴ്സിന്, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രഷേഴ്സിനൊക്കെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾ പലപ്പോഴും ഓർത്തില്ല, ചിന്തിച്ചില്ല. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുവെഴുത്ത് പറയുന്നത് പോലെ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാൻ, ഭൂമിയുടെ ഉപ്പായിരിക്കാൻ, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കാൻ, ഞങ്ങളുടെ പിതാവായ ദൈവത്തെപ്പോലെ എല്ലാ അർത്ഥത്തിലും മച്ചുറായിട്ട് പെർഫെക്റ്റായിരിക്കാൻ ഞങ്ങളെ സമർപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെസ്സേജിനോട് യോജിക്കുന്നവരൊക്കെ ചേർന്ന് ആമേൻ എന്ന് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം.